മാസം വാങ്ങിയിട്ട് പിന്നെ അതിന് മുമ്പിട്ട് 2 ഡ്രയർ മറ്റേതുണ്ടായിരുന്നു, കൂടി ഉണ്ടായിരുന്നു. അതിന് 1000 തേങ്ങ നമ്മൾ വെട്ടി കയറ്റിയിട്ടുണ്ടെങ്കിൽ വെട്ടി കയറ്റുക പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതുപോലെ പുറത്ത് കണ്ടിടും. കട്ട് ചെയ്ത് കണ്ട് പുറത്ത് നിങ്ങൾ ചട്ടി എടുക്കലുണ്ടോ? ഇല്ല, അത് ഓഫായിട്ട് കുറച്ച് ആ ചൂടായാലുണ്ടാവുമല്ലോ, ആ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയും. എത്ര യൂണിറ്റ് വരും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ശരിക്കും തേങ്ങ ഉണക്കണതിന് ചിലവ് 1000 റുപ്യ സുമാർ കൂട്ടിക്കോളി. ആ പൈസ ഗ്രൂപ്പിലാണോ നിങ്ങൾ ഈ പർപ്പസ് എടുത്തിട്ടുള്ളത്? കിട്ടിയിട്ടുണ്ടാവും ഈ ഡ്രയറിനും അങ്ങനത്തെ? നമ്മൾ മറ്റുള്ളതിനെല്ലാം സബ്സിഡി വാങ്ങിയതാണ്. ഇത് ഡ്രയറിന്റെ നമ്മൾ ഇതിന് പെർമിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര 9 മാസത്തോളമായി നമ്മൾ ഡ്രയർ മേടിച്ചിട്ട് എന്ന് പറഞ്ഞേ. നമ്മളെ കമ്പനി ഡ്രയർ എന്തെങ്കിലും കംപ്ലൈന്റോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? തോണ്ടത്തിനോട് പോരും ആ ഒരു പരുവത്തിലാണ്. പുകയില്ലാത്തോടെ നല്ല ക്ലിയർ നിറവാണ്. ഡോർ തുറന്നു കഴിഞ്ഞാല് പിന്നെ കോഴി പോയി വന്നതിന് ശേഷം ബാക്കിയുള്ള അങ്ങനെയൊക്കെ അല്ലേ ഒരു ഹോളുണ്ട് മേലെ, ആ ഹോൾ ഇങ്ങനെ അടക്കലുണ്ടോ? കമ്പനിയിലെ നമുക്ക് ഇതുമായിട്ട്, അതായത് ഈ ഫ്ലവർ മില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം സാധനങ്ങൾ പോലായിട്ട് അതേസമയമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്തേന്നൊക്കെ വല്ല കോയിൽ പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ കമ്പനിക്ക് വിളിച്ചാൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ രാവിലത്തെ തന്നെ മലപ്പുറം റൗണ്ട് അബൌട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കോട്ടക്കൽ തിരൂരിനടുത്തുള്ള പയ്യനങ്ങാടി എന്ന പ്രദേശത്ത് നമ്മുടെ ഷാഫിഖാൻ്റെ ഷഫ ഫുഡ്സ് ആൻഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഓയിൽ മിൽസിലോട്ടാണ് യാത്ര. വളരെ വിശാലമായ സൗകര്യങ്ങളുള്ള ഈ മിൽസിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സഫ ഫുഡ്സ് എന്ന് പറഞ്ഞ ഓയിൽ മിൽസിലാട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ മുക്കം ഓമശ്ശേരി പുത്തൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ 1000 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക് ഡ്രയർ ഷാഫിക്ക ഉടമ വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷത്തിന് അടുത്തായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവരുടെ വിശേഷങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. വളരെ നേരത്തെ തന്നെ, ഏകദേശം സമയം 11 മണിയോടടുത്തു ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മില്ലിലെ വിശേഷങ്ങളും ഈ ഡ്രയറിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഷാഫിക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ മുക്കം ഓമശ്ശേരി പുത്തൂരുള്ള മെക്മാർക്ക് ഇൻഡസ്ട്രീസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷാഫിക്ക ഏകദേശം ഒരു എത്ര കാലമായിട്ടുണ്ടാവും? ഒരു 9 മാസത്തോളമായിട്ടുണ്ടാവും. അപ്പോൾ മെക്മാർക്കിൻ്റെ ഡ്രയർ 1000 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഡ്രയർ മേടിച്ച് അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഡ്രയറിൻ്റെ ഒക്കെ ഒരു വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് അലി, നിലമ്പൂരിലാണ് വീട്. ഓക്കെ, നമുക്ക് കാര്യങ്ങളോട്ട് കിടക്കാം. 9 മാസം വാങ്ങിയിട്ട് പിന്നെ അതിന് മുമ്പിട്ട് 2 ഡ്രയർ മറ്റേതുണ്ടായിരുന്നു, വേറെ കൂടി ഉണ്ടായിരുന്നു, ഡ്രയർ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് പോരാ, ആൾക്കാർ വർക്കൊക്കെ ജാസ്തി വന്ന് പിന്നെ അതാകുമ്പോൾ പിന്നെ നമ്മൾ കത്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വരെ വിറകിടണം, കത്തിക്കണം. അതിനെ പുകശല്യം ഒക്കെ ഉണ്ടാവും. നമ്മളൊരു അധ്വാനം കുറച്ച് കൂടുതലുണ്ട് അതിന്. ഇതാകുമ്പോൾ നമ്മൾ പിന്നെ ഒരു 1000 തേങ്ങ നമ്മൾ വെട്ടി കയറ്റിയിട്ടുണ്ടെങ്കിൽ, വെട്ടി കയറ്റുക പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതുപോലെ പുറത്ത് കണ്ടിടും. മുറ്റത്ത് കട്ട് ചെയ്ത് കണ്ട് പുറത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി ഒരു വെയിലൊക്കെ കൊണ്ടിട്ടതിന് ശേഷം ഡ്രൈ ആയില്ല. ഒരു ചെറിയൊരു ഉണക്കം കിട്ടുന്ന മാതിരി തന്നെ ആയത്. പിന്നെ നമ്മൾ വൈകുന്നേരം നമ്മളാണ്ട് പിന്നെ ഡ്രയറിനകത്ത് ഫുള്ളാക്കിയിട്ട് ഒരു 1000 മാക്സിമം ഫുള്ളാണ്ട് കയറ്റി കഴിഞ്ഞ ശേഷം രാത്രി 10 മണിക്ക് നമ്മൾ ഓണാക്കണം. രാത്രി 10 കാരണം വീട് ഇതിൻ്റെ അടുത്താണല്ലോ, വീടും മില്ലും അടുത്താണ്.
അപ്പോൾ പിന്നെ ആ ടൈമിൽ മുതൽ കറണ്ടിൻ്റെ പൈസ കുറവാണ്. അവിടുന്ന് പിന്നെ നമ്മളൊരു 15 മണിക്കൂർ 14 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും. എത്ര മണിക്കൂർ സെറ്റ് ചെയ്യല്? പിന്നെ 15 മണിക്കൂർ സെറ്റ് ചെയ്യും. അതിന് 14 ആയാലും കുഴപ്പമില്ല. 15 മണിക്കൂർ സെറ്റ് ആവുന്ന കൂടി ഫ്രീ ആയി കിട്ടും. 15 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ആയി ചൂടൊക്കെ കണ്ടു പോകുമല്ലോ. പിന്നെ ഒരു മണിക്കൂറൊക്കെ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ തുറക്കുള്ളൂ. ഇത്രയും ചൂടായി. അപ്പോൾ ഈ 15 മണിക്കൂർ രാത്രി 10 മണിക്ക് നിങ്ങൾ ഓൺ ആക്കിയിട്ട് വെളുപ്പിന് എത്ര മണിക്ക് രാവിലെ എത്ര മണിക്ക് കഴിയും? പിന്നെ 10, 12, 12, 1, 2, 3 മണിയാകുമ്പോഴത്തേന് ഡ്രയർ ഓഫ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വൈകുന്നേരം നമ്മളിങ്ങനെ എടുത്തിടും. പിന്നെ നമ്മൾ പിന്നെ ഈ ഡ്രയർ ഓഫ് ആയി നിങ്ങൾ ചിരട്ടിൽ നിന്ന് എടുക്കലുണ്ടോ? ഇല്ല, അത് ഓഫായിട്ട് കുറച്ച് ആ ചൂടായാലുണ്ടാവുമല്ലോ, ആ ചൂട് പോകാൻ വേണ്ടിട്ട് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയും. പണിക്കനുസരിച്ചിട്ടാണ്. പണിക്കാർ തിരക്കും കാര്യമൊക്കെ. ഏറ്റവും നല്ലത് ഡ്രയർ ഓഫ് ആയി കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുകയാണ് നല്ലത്. ആ ചൂട് വെറുതെ വേസ്റ്റ് ആയി പോകണം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 15 മണിക്കൂറിൽ ഒരു 13 മണിക്കൂർ ആക്കിച്ചാൽ മതി. അപ്പോൾ ആ 2 മണിക്കൂർ ചൂടവിടെ ഉണ്ടാവുമല്ലോ. ഡ്രയറിനുള്ളിൽ ചൂട് നിൽക്കുമല്ലോ. പിന്നെ വെറുതെ പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വേറെ ഷാഫിക്ക്, നിങ്ങൾ ഇതിൽ എത്ര യൂണിറ്റ് വരും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ശരിക്കും വരാന്നുണ്ടെങ്കിൽ ഒരു ടാങ്ക് ഉറുപ്പിൻ്റെ മേലൊക്കെ വരും. ഒരു ചിലവ് വരും. നിങ്ങൾ നോക്കിയിരിക്കണം. അത് കറക്റ്റ് ഞാനോട് എഴുതി വെച്ചിരുന്നു. ഒരു 10 മണിക്കൂറിനാണ് ഞാൻ മറ്റോട് ചോദിച്ചില്ല. ഓക്കെ, അത് നമുക്കറിയാം. അത് ഏകദേശം ഇപ്പം നമ്മൾ പറച്ചിൽ ഒരു 75-80 വയസ്സിൻ്റെ ഉള്ളിൽ വരികയാണ്. ആക്ച്വലി ₹1 എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ 1000 തേങ്ങയ്ക്ക് ₹1000. കാരണം ആ പൈസ നമുക്ക് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ ചിരട്ടക്ക് ₹1000 ചിരട്ട ഉണ്ടാവും. അതായത് ഈ 1000 തേങ്ങ ഉണക്കണതിന് ചിലവ് ₹1000 സുമാർ കൂട്ടിക്കോളി. ആ പൈസ നമുക്ക് ചിരട്ടിൽ നിന്ന് കിട്ടും. പിന്നെ ഈ ചിരട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിലോ 14-15 വരെ പോണതുണ്ട്. അതേ ചിരട്ട തന്നെ കിലോ 8, 8.50, 9 അങ്ങനെയുള്ള വേരിയേഷൻ ഒക്കെ വരും. മാർക്കറ്റ് വിലക്കനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും. ഈ ചിരട്ട എങ്ങോട്ടൊക്കെ കയറ്റി പോകും? പിന്നെ കത്തിക്കാനാണോ അതോ എന്താ ഒരു മലപ്പുറത്തേക്കാന്ന് പറഞ്ഞിട്ട് വണ്ടി ഇവിടെ വരും. അത് റോഡിന് കയറ്റി പോകും. എന്താണ് ആവശ്യം നിങ്ങൾക്ക് അറിയില്ല? ആവശ്യം എന്താണ് അറിയില്ല. അതായത് വരുമ്പോൾ ഓർമ്മയില്ല. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഈ ഡ്രൈവറിൽ വേറെ എന്തെങ്കിലും ഇട്ട് ഉണക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, വേറെ ഉള്ളി തേങ്ങ മാത്രമേ ഉള്ളൂ. അത്ര ഉണക്കിയിട്ടുള്ളൂ. എല്ലാം ഉണക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. മൾട്ടിപർപ്പസ് ആണ്. എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ മെയിനായിട്ട് തേങ്ങ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾ കൊപ്പരയാക്കി കൊടുത്തിട്ടുണ്ടോ? കൊപ്പര നമ്മൾ തന്നെ ഇതാക്കിയിട്ട് കൊപ്പരാക്കും. നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് അടത്തി പിറ്റേ ദിവസം ആട്ടാതെ നേരെ കൊപ്പര പുറത്തെ മില്ലുകൾക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് തന്നെ അത് നമ്മളെ ഉപയോഗത്തിനാണ്. കൊപ്പര പുറത്ത് കൊടുത്തിട്ടില്ല. ഇല്ല. ഓക്കെ. പിന്നെ വേറെ ഷാപ്പിക്കങ്ങൾ പിന്നെ അതിനുശേഷം ഈ ചിരട്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് പിന്നെ എത്ര സമയം പിന്നെയും പിന്നെ അതേമാതിരി 15 മണിക്കൂർ പോകും. അപ്പൊ ടോട്ടലായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു 30 മണിക്കൂർ വെക്കാം. പിന്നെ നിങ്ങൾ ഇവിടെ എക്സ്പെല്ലർ 4 ബോൾട്ട് ആണോ 6 ആണോ അതോ ചക്കാണോ എന്താണ്? 6 ബോൾട്ടിന്റെ ആണ്. പിന്നെ ഒരുപാട് കാലങ്ങൾ ഈ മില്ല് തുടങ്ങിയിട്ട് ഇവിടെ ഒരു 5 വർഷമായി. എത്ര? 8 വർഷത്തോളമായിട്ട്. നേരത്തെ ഈ ഡ്രൈവറിൽ നിങ്ങൾ വേറെ മില്ലുണ്ട് നമുക്ക് തറവാട്ടില്. ഒരു പഴയ മില്ലാണ്. ഒരുപാട് കാലമായി. 25 കൊല്ലം മുമ്പുള്ള മില്ല്. പിന്നെ അതിന്റെ പുറമെ വേറെ മില്ല് വേറെ ഉണ്ട്. അത് ഉയർന്ന സ്ഥലത്ത് 3 മില്ലാണ് നമുക്കുള്ളത്. അപ്പൊ കുറെ മുന്നേ നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്. പിന്നെ നേരത്തെ ഇപ്പൊ നമ്മൾ ഡ്രൈവറൊക്കെ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഏകദേശം 9 മാസത്തോളമായി കയറും. അതിന്റെ മുന്നേ നിങ്ങൾ ഈ ഡ്രൈവറിന്റെ നമ്മളെ തറവാട്ടിൽ വേറെ ഒരു തോണിമായത്തൊരു ഡ്രൈവർ ഉണ്ട്. അതിനൊക്കെ വർക്ക് കൂടുതലാണ്. കാരണം ഒന്നായിട്ട് ഒരു അധ്വാനം ജാസ്തി. ഇതാ പിന്നെ സുഖമാണ്. നേരെ വലിക്കുക, സാധനം വെക്കുക, അല്ലെങ്കിൽ ഈ ടേബിൾ ഇത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് ഒരാൾ പിടിച്ച് വെച്ചാൽ അങ്ങനെ വർക്ക് ചെയ്യാൻ ഈസിയാണ്. പിന്നെ ടൈം സെറ്റ് ചെയ്ത് വെക്കുക, ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ആണ്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ ടൈമിൽ നമുക്ക് പോയി നോക്കിയാൽ മതി. പിന്നെ ഇപ്പോൾ രാവിലെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് രാവിലെ ഒരു 6 മണിയുടെ ശേഷം സെറ്റ് ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം 6 മണിയുടെ ഉള്ളിലേക്ക് ടൈം വയ്ക്കുക. പിന്നെ അങ്ങനെ വെച്ചാലേ അങ്ങനെ 6 മണിന്റെ ശേഷം വൈകുന്നേരം 6 മണി മുതൽ പിന്നുള്ള 10 മണി വരെ കറണ്ട് ബില്ല് കൂടും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആൾക്കാർ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിപ്പോ അതിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷെ കുറെ ആൾക്കാർ ഇപ്പൊ ഈ പുതുമുഖ ആൾക്കാർ മില്ല് തുടങ്ങുന്നവരൊക്കെ ഉണ്ട്. പിന്നെ പണിക്കാരെ പ്രശ്നമുണ്ട്. നമ്മൾക്ക് ഇങ്ങനെയുള്ള സൗകര്യം ചെയ്യാൻ കാരണം ഇതിന്റെ അടുത്താണ്. അല്ല, വീട്ടിലുള്ള സ്ഥലത്ത് അതിന്റെ ഇവിടുന്നാണ്ട് പോയി ഓണാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ മക്കൾക്ക് ഓണാക്കാം. ഓക്കെ, എടുത്തായതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. പക്ഷെ മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് പിന്നെ പിന്നെ നിങ്ങൾ ഇവിടെ ഇതിപ്പോ വ്യവസായ വകുപ്പിലാണോ നിങ്ങൾ പർപ്പസ് എടുത്തിട്ടുള്ളത്? ഇതെല്ലാം യൂണിറ്റിന് 5 ഉറുപ്പ്യ അത്രേ വരുള്ളൂ.
ഓക്കെ. പിന്നെ നിങ്ങൾ ഇത് സബ്സിഡി ഒക്കെ കിട്ടിയിട്ടുണ്ടോ ഈ ഡ്രയറിനോ അങ്ങനത്തെ? നമ്മൾ മറ്റുള്ളതിനെല്ലാം സബ്സിഡി വാങ്ങിയതാണ്. ഇത് ഡ്രയറിന്റെ കാര്യത്തിൽ പിന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഇപ്പം സമയമില്ല. ഞാൻ ശ്രമിച്ചാൽ കിട്ടും അല്ലേ? ശ്രമിച്ചാൽ കിട്ടും, ഇതിന് കിട്ടുമല്ലോ. കിട്ടും. കാരണം കഴിഞ്ഞ ആഴ്ച ഒരു ആൾ വന്നിരുന്നു, ഇങ്ങനെ ഗവൺമെന്റിന്റെ ഇങ്ങനെ സബ്സിഡി 35% പറയുന്ന എല്ലാവരും വന്നിരുന്നു. നമ്മൾ ആൾറെഡി മറ്റൊക്കെ വാങ്ങിയാണ്, സബ്സിഡി വാങ്ങിയതാണ്. ഈ പൾവറൈസറിനും എക്സ്പില്ലറിനും ഇതിനെല്ലാത്തിനും നമ്മൾ വാങ്ങിയതാണ്, സബ്സിഡി വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഡ്രയറിന് കൊടുക്കുകയാണെങ്കിൽ സബ്സിഡി കിട്ടും. പിന്നെ ഷാഫിക്ക, പിന്നെ വേറെ നമ്മളിപ്പോൾ ഈ ഡ്രയർ വെക്കാനുമായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് കറണ്ട് വലിക്കുക അല്ലെങ്കിൽ സപ്ലൈ വേറെ എന്തെങ്കിലും അങ്ങനെ പവർ കൂട്ടണം. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം 15 HP ഉള്ളത് ഇതിന് 6650 വാട്ട്സാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പവർ പോരാ. അപ്പോൾ നമുക്കൊരു 30 HP ആക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്ക് പർപ്പസ് 20 HP ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്ത് 30 ആകുമ്പോൾ കറണ്ട് ബില്ല് കൂടും? കറണ്ട് ബില്ല് കൂടില്ല. ഇതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിന് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ഇതിന് പെർമിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഫൈൻ വരും. അത് പുറത്തുനാൾ വന്നിട്ട് ഇവിടെ മൊത്തം ഇത് ചെക്ക് ചെയ്തിട്ട് ഇത്ര യൂണിറ്റ് കറണ്ട് ചെലവ് വരുന്നല്ല അതിന് ഫൈൻ വരും. വലിയ സംഖ്യ ഫൈൻ വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ പറഞ്ഞ കാര്യം. ആദ്യം ഇത് ശരിയാക്കിയതിന് ശേഷം വെക്കാൻ പാടുള്ളൂ. അത് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇത് കൊടുത്താൽ മതിയല്ലോ, അവർ ശരിയാക്കി കിട്ടും. പക്ഷെ എല്ലാം നമ്മൾ ചെയ്യണം മുതൽ ചെയ്തിട്ട് വേണം ഇതൊക്കെ ഉപയോഗിച്ച് വരാൻ. അവർക്ക് ഒരു നോക്കുള്ളൂ, ഈ ട്രാൻസ്ഫോമറിൽ എന്തെല്ലാം ഇൻഡസ്ട്രിയൽ പർപ്പസ് ഇവിടെ ഈ ഭാഗത്തുണ്ട്, അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കും വരും. ഈ ഏരിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെയുണ്ട്. ഇതിപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ ഇൻഡസ്ട്രിയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ട്രാൻസ്ഫോമറിന് ലോഡിൻ്റെ പ്രശ്നം വരാന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്യും. എക്സ്ട്രാ ട്രാൻസ്ഫോമർ കണ്ടാണ്ട് ട്രാൻസ്ഫോമർ കണ്ടില്ല, അങ്ങനെയുള്ള സൗകര്യമൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ എടുത്ത് വേണം അല്ലേ? അതിന് പറയല്ലോ അവർ പറയും. അപ്പോൾ അതിനനുസരിച്ച് അത് അവർ വന്ന് നോക്കിക്കാണ്ട് എന്താ വേണ്ട മാതിരിയൊക്കെ നമുക്ക് ചെയ്യും. ഇതിൽ എത്ര ലോഡ് മൊത്തം എത്ര ലോഡ് വരും നോക്കും. അതിൽ ഇതിൽ ഇലക്ട്രിസിറ്റി അവർ പറഞ്ഞു തരാം നമുക്ക്. ആദ്യം ഒന്ന് ചെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു വിഷയം ചെയ്ത് വെക്കണം. നമ്മളെ ലോഡിന് ഇത്ര ലോഡ് വരണുണ്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യണം. പിന്നെ ഷാഫി, വേറെ എന്തൊക്കെയാണ് നമ്മളെ മില്ലിൽ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ മില്ലിൽ ഇപ്പോൾ ഞാൻ പറയും ഈ വെളിച്ചെണ്ണക്ക് നല്ല പേരാ. അതായത് ഡ്രയർ കൊപ്പരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പുകയില്ല, പുക ഉണ്ടാവില്ല. അപ്പോൾ നല്ല നിറമുള്ള വെളിച്ചെണ്ണ, നല്ല സ്മെല്ലുണ്ട്. നല്ല വെളിച്ചെണ്ണ, നല്ല സ്മെല്ലുമാണ്. അപ്പോൾ ആൾക്കാർക്ക് പൊതുവെ എല്ലാത്തിനേക്കാളും കുറച്ചൊരു 10 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും. പുറത്തൊരു 160 ആണെങ്കിൽ നമ്മൾ 170 കൊടുക്കും. ഇപ്പോൾ 200 210 കൊടുക്കുക. മാർക്കറ്റ് വിലക്കാട്ടിൽ നമ്മൾ എല്ലായിടത്തും ഒരു 10 രൂപ ജാസ്തി വാങ്ങും. പക്ഷേ അത് നമ്മൾ സെലക്റ്റഡ് കൊപ്പരയാണ്. പിന്നെ അതിൽ വേറെ സംഗതി അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ചിലവാണ് നമുക്ക്, വെളിച്ചെണ്ണ നല്ല ചിലവാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എണ്ണ ഉണ്ട്. എണ്ണ അത് വെക്കുന്നുണ്ട്. ആട്ടി കൊടുക്കുന്നുണ്ട്. എള്ളൊക്കെ ആട്ടി കൊടുക്കുന്ന ബോർഡ് കണ്ടല്ലോ, എള്ള് ആട്ടി കൊടുക്കുന്നുണ്ട്. ഈ 6 വോൾട്ട് തന്നെ, ഈ മെഷീൻ തന്നെ. അത് തന്നെ. പിന്നെ നമ്മൾ ഇതിന് പുറമെ അരിപ്പൊടി ഉണ്ട്. അരിപ്പൊടി പിന്നെ അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതിനൊക്കെ നമ്മൾ കഴുകി വീട്ടിലൊക്കെ ചെയ്യാമാര് കഴുകി അതിൽ മറ്റേ ഉലുവ, ജീരകം, വേപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ട് വറുത്ത് പൊടിക്കും. അവ വിൽപ്പന ഉണ്ട്. അങ്ങനെ പാക്കറ്റാക്കിയിട്ട് കൊടുക്കും. ഇവിടെ വീട്ടുകാർ വന്നിട്ട് വാങ്ങിക്കൊണ്ടു. കൂടുതൽ സ്ത്രീകളെ കച്ചവടമുണ്ട്, വണ്ടിയിൽ സ്ത്രീകൾ വരും കൊണ്ടുപോകും. അതുപോലെ ഗോതമ്പ് പൊടി, പിന്നെ രാഗിപ്പൊടി. ഈ രാഗിപ്പൊടി ഇവിടെ പൊടിച്ചു തന്നെയാണോ? പൊടിച്ചിട്ട് ഇവിടെ കഴുകി ഉണക്കി പൊടിച്ച് കൊടുക്കും. അതുപോലെ ഈ കുട്ടികൾക്കുള്ള വാക്കപ്പൊടി ഒക്കെ നമ്മൾ അറിവിൽ ഉണ്ടാക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി പൂരം വറുത്തുണ്ടല്ലോ, അതുപോലെ സൂടി എന്നൊക്കെ പറയും, അതുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ഉണ്ട്. പിന്നെ ഷാഫിക്ക് മില്ലിൽ ഇപ്പൊ നിങ്ങൾ തന്നെയാണോ നിൽക്കുന്നത്, അതോ വേറെ സ്റ്റാഫുകളുണ്ടോ, അതോ നിങ്ങളെ വീട്ടുകാർ തന്നെയാണോ? ഞാനും എൻ്റെ വീട്ടുകാരും, പിന്നെ 2 ബംഗാളി സ്ത്രീകളുണ്ട്, ഒരു തമിഴ് പയ്യനുണ്ട്. ഇങ്ങനെ മൂന്നാൾക്കാർ സ്ഥിരമായിട്ടുണ്ടാവും. പിന്നെ ഞാനുണ്ടെങ്കിൽ ഞാൻ, മക്കളുണ്ടെങ്കിൽ അവര്. എല്ലാവരും കൂടി ആയിട്ട് വീടായതുകൊണ്ട് പിന്നെ വീടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. പിന്നെ നിങ്ങൾ ഈ തേങ്ങയൊക്കെ എങ്ങനെ നിങ്ങളെ പറമ്പ് അതോ പുറത്തുനിന്ന് കളക്ട് ചെയ്ത് കണ്ടാണോ? ഞങ്ങളെ പറമ്പിൽ നിന്നുണ്ട്. പിന്നെ അതിന്റെ പറമ്പ് നമ്മൾ ചുറ്റുപുറത്തൊക്കെ തേങ്ങ എടുക്കുന്നത് അവർ 2000 തേങ്ങ ഉണ്ട്, 3000 ഉണ്ട്, 5000 ഉണ്ട്, 800 ഉണ്ട് ഇതൊക്കെ പറയാൻ നമ്മൾ അന്നത്തെ റേറ്റിനനുസരിച്ചിട്ട് അവരോട് കച്ചവടം ഉറപ്പിച്ചിട്ട് വണ്ടിക്കാരെ പറഞ്ഞു വെച്ചാൽ ഇവിടെ സാധനം ഒരാൾ ഡെയിലി വന്ന് പൊളിക്കും.
അത് നമ്മൾ ഈ പറഞ്ഞ വരി കട്ട് ചെയ്ത് നമ്മൾ ഡ്രയറിനകത്ത് കയറ്റി അല്ലെങ്കിൽ നമ്മളെ അങ്കമാലിന്റെ ഡ്രയറിനകത്ത് കയറ്റി അത് നമ്മൾ സൗകര്യം പോലെ ചെറിയ ചെറിയ പാർട്ടിക്കാരനെ കയറ്റും, ഒന്നായിട്ട് വലിയ പാർട്ടിക്കാരനെ ഇതിൽ കയറ്റും. ഇത് നമ്മൾ ഫുള്ളാക്കി ചെയ്യും. നമ്മൾ അത്രയും നമ്മൾ കറണ്ട് വേസ്റ്റ് ആണല്ലോ. ഒരു മെഷീൻ ഫുള്ളായിട്ട് 1000 തേങ്ങാണ്ട് വെച്ചാൽ ക്ലിയറായി. അതല്ലെങ്കിൽ അടത്തിയ വൈദ്യം ബാക്കിയുള്ളതും കൂടി വെച്ചിട്ട് ഫുള്ളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ടൈമും ഇതൊന്നും വേസ്റ്റ് ഇല്ലാതെ നമുക്ക് ഓടിക്കിട്ടും. പിന്നെ ഇപ്പോൾ ഏകദേശം 9 മാസത്തോളമായി നമ്മൾ ഡ്രയർ മേടിച്ചിട്ട് എന്ന് പറഞ്ഞേ, നമ്മളെ കമ്പനി ഡ്രൈവർ എന്തെങ്കിലും കംപ്ലൈന്റോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഇതുവരെ ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. കസ്റ്റമർ കെയർ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. പിന്നെ അവർ വിളിച്ച് ചോദിക്കാറുണ്ട് എന്താ പാട്, അതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കലുണ്ട് എന്താ പാട്. നമുക്ക് ഇതുവരെ മോശമായിട്ട് അഭിപ്രായം ഇല്ല. പിന്നെ കറണ്ട് ബില്ല് പറഞ്ഞതിനൊക്കെ പറയില്ല, ഒരു 70-50 പറഞ്ഞതിന് അതിന് കൂടുതൽ വരേണ്ടത് ₹1 അതിന്റെ മേലെ നമുക്ക് കാണണം. കാരണം ഇതിപ്പോൾ ഇവർ പറഞ്ഞ ടൈമിലല്ലെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞ സമയത്തെല്ലാം ഇതിന് പൈസ കറണ്ട് കൂടും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളത് കാണണം. പിന്നെ ഒന്നാമത്തെ ഇപ്പോൾ ഈ ഫയർവുഡിൽ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യിക്കണം. ഈ തീയിടല്, പിന്നെ ഈ ട്രൈ അങ്ങോട്ടോട് മാറ്റി വെക്കല്, അതൊക്കെ ഒരു അധ്വാനം ആള് കൂടി നമ്മൾ കണക്കൂട്ടണം. പക്ഷെ ഇതാകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അത്രയും സമയമാണ് നോക്കണ്ട. പിന്നെ ഇതാകുമ്പോൾ വെച്ചാൽ നമ്മൾ മാസത്തിൽ ഒന്നായിട്ട് പൈസ വരികയാണ് കറണ്ടിന്റെ പൈസ. 15,000 ആകുമ്പോൾ അപ്പോൾ വലിയൊരു സംഖ്യ വരുമ്പോൾ ഇത് എന്താന്ന് ചോദിക്കും. നേരെ മറിച്ച് നമ്മൾ വിറകിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു ₹10,000 അടിച്ചാൽ നമ്മളിങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ കുറേശ്ശെ വിറക് ഇടുകയാണ്. പിന്നെ ഒരു 10,000-ന് പിന്നെ വിറക് കയറ്റും. ഇങ്ങനെ അതിനൊരു പീരീഡ് ഇട്ടുണ്ട്. ഇത് കറണ്ട് ബില്ല് ഒന്നായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ളൊരു സംഗതി ലാഭമാണ് ഇത്. പക്ഷെ ആൾക്കാർക്ക് ഒന്നായിട്ട് ഇങ്ങനെ വലിയ സംഖ്യ വരുന്നതും മറ്റേത് അന്നാന്ന് കൊടുത്ത് ലേബർക്കാണെങ്കിൽ അന്നാന്ന് പൈസ കൊടുക്കുക. ഇതാകുമ്പോൾ വലിയ സംഖ്യ കൊടുക്കുമ്പോൾ ചെറിയൊരു കണക്കൂട്ടുമ്പോൾ ലാഭം. പക്ഷെ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ പിന്നെ വേറെ നമുക്ക് ഇനി ഇപ്പോൾ ചെയ്യാനുള്ളത് നമ്മളെ ഡ്രയർ ഒന്ന് തുറന്നു നോക്കുക. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾ 15 മണിക്കൂറായിട്ട് ഡ്രയർ ഓഫായി കിടക്കാണ് അല്ലേ? ഓഫായി കിടക്കാണ്. ഇപ്പോൾ ചിരട്ടിന്ന് എടുക്കണം. നമ്മൾ ഈ പാർട്ടിക്കാരെ ഞങ്ങൾക്ക് വരും. അപ്പോൾ ഒരാൾക്കാർ പാർട്ടിക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങളെ മൊബൈലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേര് ഇതും ഇത്ര ട്രൈ ഉണ്ട് അതിൻ്റെ തൂക്കൊക്കെ ബുക്കിലുണ്ടാവും. അപ്പം അത് ട്രെയിലാകുമ്പോൾ ആൾക്കാർ വേറെ പാർട്ടിക്കാരതും വേറെ ആൾക്കാരും കൂടി നമ്മൾ മാറൂല. അപ്പം നിങ്ങൾക്കാനെ കിട്ടും, വേറെ ആൾക്ക് ആൾക്കാരെ കിട്ടും. അപ്പോൾ അവരെ തേങ്ങ അവർക്ക് നമുക്ക് കാട്ടി കൊടുക്കാം, മറ്റാളത് അവർക്ക് കാട്ടി കൊടുക്കാം. മാറൂല. ഇത്ര കിലോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ശവ നമ്പർ വിളിച്ചറിഞ്ഞാൽ അവർ സാധനം കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മള് പിന്നെ റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തുള്ള പാർട്ടിക്കാരെ നമ്മൾ ആട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പണ്ട് കൂട്ടത്തിൽ അതും ചെയ്യും. അപ്പൊ ഈ പണിക്കാരെ സംബന്ധിച്ച് നമുക്ക് എന്നും വർക്ക് ഉണ്ടാവും. ഈ മില്ലില് പൊടിക്കൽ മാത്രമല്ല, ഇതും കൂടി ആകുമ്പോ വീട്ടുകാർക്കും സൗകര്യമാണ്. ഒരു 200 കിലോ 300 കിലോനാ തേങ്ങ എത്ര തേങ്ങയാലും നമ്മൾ ഇവിടെ തൂക്കി അതിന്റെ റേറ്റ് നമ്പർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസം കൂടെ അവരെ സാധനം കൊടുക്കുക. വെളിച്ചിന്റെ മുണ്ടാക്ക് അവർ കൊടുക്കുക. മുണ്ടാക്ക് വേണ്ടെങ്കിൽ അതിന്റെ കാശും കൊടുക്കുക. അങ്ങനെ ചെയ്യാം. അപ്പൊ ആ പണിയൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യം. സുഖമാണ്. നമുക്ക് അതിനുള്ള ഒരു മെനക്കെടാനുള്ള ഒരു ഇത് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുന്ന മെയിനായിട്ട് ഈ മില്ലിൽ തന്നെയാണോ നിങ്ങളെ സമയം? പുറത്ത് വിദേശത്താണ്. എവിടെയാണ്? സൗദിയിലാണ്. ഇപ്പോഴും സൗദി 35 കൊല്ലമായിട്ട് പോയി വരും. 6 മാസം അവിടെ എന്താണ്? അവിടെ ഫാസ്റ്റ് ഫുഡാണ്. വാപ്പായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഫാസ്റ്റ് ഫുഡാണ്. അടുത്ത പോയെന്ന് നിങ്ങൾ ഇപ്പൊ പോയെന്നിട്ട് ഒരു 8-9 മാസമായി. 8-9 മാസമായി. അടുത്ത മാസം പോകും. ഇൻഷാ അല്ലാ. അതാണ് ഇടക്ക് വിളിക്കാത്തല്ലേ? ഞാൻ അനിയണ്ട് അവിടെ. അനിയൻ അവിടെ വെക്കുമ്പോ ഞാൻ ഇവിടെ വെക്കും. ഞാൻ ഇവിടെ നിന്ന് പോയി അനിയൻ കണ്ടു വരും. അനിയന്റെ വീട് അടുത്ത് തന്നെയാണ്. ഞങ്ങളിവിടെ 3 ആൾക്കാർ ഇതിന്റെ ബാക്കിൽ 3 ആൾക്കാരുണ്ട്. 2 ആൾ വൈകുന്നേരം ഉണ്ട്. അതൊക്കെ ഷാഫിക്ക് അപ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമുക്കല്ലേ. നിങ്ങൾ പിന്നെ ഡ്രയറിനകത്തുള്ള അത് എങ്ങനെയൊക്കെയാണ് ഉണക്കയക്കണോ അത് ഇന്ന് എടുക്കുന്നുണ്ട്? അത് അതിന് ഷർട്ടിൽ നിന്ന് എടുക്കും. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. മില്ലിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ട് വരാം. ഡ്രയറൊക്കെ ഒന്ന് തുറന്നു നോക്കല്ലേ? നമുക്ക് എങ്ങനെയൊക്കെ തുറന്നു നോക്കാം. നമുക്കൊന്ന് ഇതിപ്പോ ഒരു 14-15 മണിക്കൂർ വെച്ചതാണ് ഇപ്പല്ലേ? അപ്പൊ ഇത് പറയുന്നത് ഇതിപ്പോ നമ്മൾ ഓരോ പാർട്ടിക്കാരതാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു 2-4 ഈ 5 എണ്ണം ഒരാൾക്കാരതാണ്, ഈ 2 എണ്ണം ഒരാൾക്കാരതാണ്, അതുപോലെ ഇത് വേറെ പാർട്ടിക്കാരതാണ്. പിന്നെ ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ നമ്മളത് വേണം. ഇതിപ്പോ നമ്മൾ ശരിക്കും നോക്കിയാന്നുണ്ടെങ്കിൽ ഇതാ നല്ല ഇതാണ്. തോണ്ടിയ തന്നെ പോരും. ആ ഒരു പരുവത്തിലാണ്. പുകയില്ലാത്തവരെ നല്ല ക്ലിയർ നിറവാണ്. അതൊക്കെ അങ്ങനെയാണ്. ഈ നല്ല മൂത്ത തേങ്ങയാണ് നമുക്ക് പെട്ടെന്ന് ആൾക്കാർ പച്ച കുടുംബം ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചാൽ ഇങ്ങനെ കിട്ടും. അങ്ങനെ കയ്യിലാണ് പോരും അല്ലേ? അങ്ങനെ സൗകര്യമാണ്. നമ്മൾ ടൈം വലിച്ചാൽ തന്നെ കിട്ടും. കൊട്ടിയാൽ തന്നെ പോരും. ഇതൊക്കെ ഇത് നല്ല ഉണ്ടാ
വിളഞ്ഞ തേങ്ങ നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നമ്മൾ ചിരട്ട കിടന്നിട്ട് അതായത് പൊളിച്ചപാട് ഒരാഴ്ച 2 ആഴ്ച ഒക്കെ അങ്ങനെ കിടന്നാല് ചിരട്ട ഇതിൽ കിടക്കൂല അങ്ങനെ കിടന്നിട്ട് പിന്നെ നമ്മൾ പൊളിച്ചാൽ നല്ല കിളറാണ്. അങ്ങനെ ഒന്ന് ഉണങ്ങിയിട്ട് ഒന്ന് പൊളിക്കണം. പെട്ടെന്ന് പൊളിക്കാതെ അല്ലേ? പെട്ടെന്ന് പൊളിക്കാം. ഇതൊക്കെ നല്ല ഇതിന്റെ നിറം നല്ല നിറം. നമ്മള് പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ, അതായത് ചേവ് കൊപ്പര, അത് ഇത്ര മഞ്ഞ നിറാണ്. അതിന് പുക കയറുകയാണ്, ഇതിൽ പുക കയറൂല. അപ്പം വെച്ചിന് നല്ല നിറണ്ടാവും. വെച്ചിന് ഇവിടെ ഫിൽറ്ററും കൂടി ചെയ്യാത്താണ്. നമ്മള് ആട്ടി വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ നല്ല ഒരു പച്ചവെള്ളത്തിന്റെ മായിട്ടാണ് നല്ല കാണിച്ചുതരാം. ഇപ്പോഴും ഇപ്പൊ ഡ്രയർ ഓഫ് ആയിട്ട് 2 മണിക്കൂറാണ്. എപ്പോഴും നല്ല ചൂടാണ് അതിനുള്ളിൽ. ഇത് ശരിക്കും നല്ല ചൂട് കഴിഞ്ഞതിന് ശേഷം നല്ലത്. പിന്നെ പണിയൊന്നും ഇല്ല. ഇതിപ്പോ കണ്ടല്ല, ഇതിപ്പോ ഇതിന്റെ ഇത്ര വോൾട്ടേജ് ഇതിന് ടെമ്പറേച്ചർ ടൈം സെറ്റ് ചെയ്യും. അപ്പൊ നമ്മള് ടൈം സെറ്റ് ചെയ്തൊന്നുമില്ല, ഓണാക്കുക. ഇത് കോയിലിന്റെ ആണ്. എമ്മി സ്വിച്ച് ആണ്. ഇത് ഓരോ കോയിലാണോ ഈ സ്വിച്ച് ബട്ടണുകൾ? ഓരോ കോയിലാണ്. ഇങ്ങനെ ഓരോ നമുക്ക് വേണമെങ്കിൽ ആ കോയിൽ ഓഫ് ആക്കും ചെയ്യല്ലേ? അതുകൊണ്ട് ഓഫ് ആക്കി കൊടുക്കും. ഏതെങ്കിലും ഒരു കോയിൽ വേണമെങ്കിൽ ഓഫ് ആക്കാം. അല്ല, അങ്ങനല്ല. നമ്മളിപ്പോ കഴിഞ്ഞാലൊക്കെ ഓഫ് ആക്കിടും. പിന്നെ ഓണാക്കുന്ന സമയത്ത് ഇങ്ങനെ 3 ഓണാക്കി കൊടുക്കും. പിന്നെ ഷാഫിക്ക, നമ്മളിപ്പോ ഇതിൽ സെൻസർ, ഇനി ഡോർ തുറന്നു കഴിഞ്ഞാല് പിന്നെ കോയിൽ വർക്കാവോ? വർക്കാവൂല. ഡോർ തുറക്കലുണ്ട് അങ്ങനെ? ഇല്ല, എപ്പോഴെങ്കിലും അപൂർവം ആരെങ്കിലും ഒന്ന് കാണാൻ തുറക്കുള്ളൂ. കോയിൽ ഓഫ് ആവൂല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും. പിന്നെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ട് പോയി വന്നതിന് ശേഷം ബാക്കിയുള്ള അങ്ങനെയൊക്കെ അല്ലേ? കറണ്ട് ബാക്കി ഇത്ര ടൈമിൽ കണ്ടിന്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓക്കെ. പിന്നെ വേറെ ഇതിൽ മോയ്സ്ചർ പോകാനുള്ളൊരു ഹോളുണ്ട് മേലെ. ആ ഹോൾ ഇങ്ങനെ അടക്കലുണ്ടോ? അത് അവർ പറഞ്ഞ മാതിരി നമ്മള് കമ്പനി തന്ന പാട് കുറച്ച് തുറന്നേക്കാനും കുറച്ച് അടച്ചേക്കാനും പറഞ്ഞിട്ട് ആ ഒരു ലെവലിൽ സെറ്റാക്കി വെച്ചാൽ സെറ്റൊക്കെ. പിന്നെ നോക്കിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ അതിൽ എന്താണ് ചെയ്ത് വെച്ചിട്ടുള്ളത്? മറ്റേതൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ പണിയൊന്നും ഇല്ലാന്ന് ആൾക്കാർക്ക് ചിലവര് പറയാതെ ഓഫാക്കണം, ചിലവര് പറയാ ഇവിടുന്ന് മാറ്റി തന്നെ. ഇങ്ങനെ ചെരുന്നൊക്കെ പിടിച്ചാൽ വൃത്തിയാണ്. ഇത് കയറ്റിടാൻ, ഇത് വർക്ക് ചെയ്യിക്കാൻ നമ്മളൊരു ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോകാനും വെക്കാനൊക്കെ നല്ല സൗകര്യമാണ്. ഇതിങ്ങനെ ഇതിനായിട്ട് ഉണ്ടാക്കിയാണോ ഈ തറയൊക്കെ? ഞങ്ങള് ഇതുണ്ടാക്കിയ കട്ടൊക്കെ എടുത്ത് വന്നിട്ട് ഇങ്ങനെ സൗകര്യം. ഈ ഷീറ്റൊക്കെ ഷെഡൊക്കെ ഇതിനായിട്ട് ഉണ്ടാക്കിയതാവൂലേ? ഓക്കെ. ഇത് ഓണാക്കാനും ഓഫാക്കാനും ഇങ്ങനെയുള്ള എല്ലാ സംഗതിക്കും ടയറിന്റെ ഇപ്പൊ അടുപ്പില്ലേ? അടുപ്പ് ഇതിലാണ് ഇവര് വിറകിട്ട് ഇതിൽ വിറക് ഇന്നിപ്പോ ഇട്ടിട്ടില്ല, ഇതിൽ വിറകിടും. ഇത് നിങ്ങൾ മേടിച്ചിട്ട് എത്ര കാലം ഉണ്ടാവും? ഏകദേശം ഒരു 5 വർഷം ഉണ്ടാവും. പോക്കോയിലാണല്ലേ? 1-2 വാങ്ങിക്കണത് കുറഞ്ഞ പാർട്ടി. ഡ്രൈവ് അങ്ങോട്ട് മാറ്റി കൊടുക്കണം. ഇതാണ് ഇതിന്റെ ബുദ്ധിമുട്ടില്ലേ? ഇതിന് ഫാനില്ല, ഇതൊരു സാധാ ഡ്രൈവ് അല്ലേ? ഫാനില്ല, സാധാ വിറകടുപ്പല്ലേ? ടെമ്പറുണ്ട്. ഇതാണ് നിങ്ങളെ കൊപ്ര കട്ടർ? അത് കൊപ്ര കട്ടർ. അതിൽ ആ സ്റ്റീൽ ട്രെയിലിടും, ഇടും, ഇതിൽ കട്ട് ചെയ്യും. അതിൽ ഇതെന്താണ് പറക്കണ? പറക്ക് ഗ്യാസ് അല്ല. പിന്നെ ഇത് നമ്മൾ സീലർ ഒട്ടിക്കണം. അങ്ങനെ പാക്ക് ആക്കണല്ലേ? അങ്ങനെ തൂക്കിക്കാണ്ട് അല്ലേ? ഈ മല്ലി മുളകൊക്കെ തൂക്കിക്കാണ്ട് അല്ലേ? ഓക്കെ. ഇതിപ്പോ ഓടിക്കൊണ്ടിരിക്കണോ? ഓടിക്കണം. ഇവിടെ ഒരു ഓഫായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഏകദേശം ഇത് പിടിച്ചാൽ പിടിച്ചാൽ മതി. ഓ, ഇത് നമ്മൾ ഡ്രയറിലെ വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ അല്ലേ? നല്ല കളറില്ല, കളറ് എന്താ പൊടി, പുട്ടുപൊടിയാണ്. സഫ ഫുഡ്സ്. ഇതാണ് പുട്ടുപൊടിയോ? ഓക്കെ. നമ്മളെ ഗോതമ്പിൻ്റെ ഗോതമ്പ്. ഓക്കെ. ഗോതമ്പിൻ്റെ മുളക് പൊടി. ഇത് നിങ്ങൾ പൊടിച്ചിവിടെ പാക്ക് ആക്കണമാണോ? പിന്നെ അതിൻ്റെ മുളക് പൊടി
ഇവിടെ വീട്ടുകാരെ കച്ചവടമാണ്. വീട്ടുകാരൊന്നും കണ്ട് പുറത്തേക്ക് സ്റ്റൈലൊന്നും. പിന്നെ ഇതാണ് കാശ്മീരിയാണത്. കാശ്മീർ അവിടെ ഉണ്ട് വേറെ. പിന്നെ മല്ലി, മല്ലിപ്പൊടി കൊണ്ടിരിക്കുകയാണ്. മല്ലിപ്പൊടി. പിന്നെ നമ്മളെ വെളിച്ചെണ്ണയാണിത്. നമ്മുടെ ഡ്രയറിൽ അല്ലേ ഉണക്കിയ ആയിട്ട് വെളിച്ചെണ്ണയാണ് പ്യുവർ. അതിൻ്റെ നിറങ്ങണല്ലേ. ഓക്കെ. പിന്നെ എണ്ണ, അതാണ് നല്ലെണ്ണ. ഓക്കെ. പിന്നെ ഓക്കെ. അത് 5 കിലോന്, ഇത് 10 കിലോ അല്ലേ. അപ്പോൾ കാശ്മീരി ചില്ലിയാണ്. ഓക്കെ. ഇതൊക്കെ ഇവിടെ കസ്റ്റമർ ഒന്ന് ഇവിടെ നിന്ന് മേടിക്കുന്ന നിങ്ങൾ പുറത്തോട്ട് സെയിൽ ചെയ്യുന്നുണ്ട്? ഇവിടെ അസ്സലാമു അലൈക്കും. എന്താ പേര് പറഞ്ഞേ? അബ്ദുൽ കരീം ബാബു. അബ്ദുൽ കരീം. അപ്പോൾ ഷാഫിക്ക, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമുക്ക് അറിയാൻ കഴിഞ്ഞു. നിങ്ങളെ സഫാ ഫുഡ്സ് അല്ല, നിങ്ങളെ കമ്പനിയിലെ നമുക്ക് ഇതുമായിട്ട്, അതായത് ഈ ഫ്ലവർ മില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം സാധനങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ അടുത്ത് ആൾറെഡി കോപ്പറ കട്ടർ ഉണ്ട്. അതേമാതിരി വേറെ എന്തൊക്കെ റോസ്റ്റർ ഉണ്ടല്ലേ. നമ്മളെ കമ്പനിയിൽ ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രയറിൽ തന്നെ നമ്മൾ 2-3 ഐറ്റം ഡ്രയറുകളുണ്ട്. ഒന്ന് ട്രേ ടൈപ്പ് ഡ്രയർ, അതിന്റെ ട്രേ ടൈപ്പ് പറഞ്ഞാൽ 30 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഡ്രയർ. അതിന് വലുത് 80 തേങ്ങൻ്റെത്, പിന്നെ 120, പിന്നെ 190, 250, 380. ഏറ്റവും കുറഞ്ഞ 30 തേങ്ങ ഉണങ്ങുന്ന ഡ്രയർ ഉണ്ട്. വീട്ടാവശ്യത്തിനാണ്. ടേബിൾ ടോപ്പ് ഡ്രയർ നമ്മളതിന് പറയും. ടേബിൾ ടോപ്പ് ഡ്രയർ ഇതിലിപ്പോ നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. തീരെ ഒരു കംപ്ലൈന്റ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ 9 മാസം പോലായിട്ട് അതേമാതിരി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്തെങ്കിലും വല്ല കോയിൽ പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ കമ്പനിക്ക് വിളിച്ചാൽ ആള് 1 വർഷത്തിനുള്ളിലാണെങ്കിൽ സാധനം കമ്പനിയിൽ നിന്ന് മാറ്റിത്തരും. അല്ല, അതല്ല, ആള് വന്ന് എപ്പോഴായാലും നമുക്ക് ആള് വന്ന് റെഡിയാക്കി തരില്ല. അല്ല, ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കമ്മിയാണ്.
അപ്പൊ നിങ്ങള് എന്താണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവും, എന്താണ് ചെയ്യാ. കാരണം ഇതുമായി ഇവിടുത്തെ ഇലക്ഷന്മാർക്കൊന്നും ഇതിനെ പറ്റി കൂടുതൽ അറിവുണ്ടാവുമല്ലോ. കാരണം അപ്പൊ അതിന് ഒരു വർഷത്തിനുള്ളിലാണ് ഇതിൽ ഏത് പാർട്സ് ഒരു വർഷം കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിലും കമ്പനിയിൽ അവൈലബിൾ ആണ്. ഏത് ഓയിലാണെങ്കിലും അതിന്റെ ഏത് കമ്പനി ആള് വന്ന് ശരിയാക്കി ആള് ശരിയായിട്ടും. അത് പറഞ്ഞാൽ ശരിക്കും ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് ശരിയാക്കുന്ന കേസേ ഉള്ളൂ. അറിയാത്ത കേസ് വരാന്നുണ്ടെങ്കിൽ അതിലേറെ മേജർ ആയിട്ട് കേസ് വരികയാണെങ്കിൽ നിങ്ങൾ ഇതേമാതിരി പറഞ്ഞ് കസ്റ്റമർ കെയറിൽ വിളിച്ച് പറയുകയാണെങ്കിൽ ആള് നാളെ ആള് വന്ന് നമ്മളിവിടെ എന്തെങ്കിലും സംഭവിക്കാതെ നമ്മളിവിടെ ഇലക്ഷൻ നോക്കും, നോക്കിയിട്ട് അത് എത്താൻ പറ്റും ചെയ്യും. അല്ലെങ്കിൽ അവിടുന്ന് വരും അല്ലേ? ആള് വരും. വരാത്തുണ്ടായിട്ടില്ല, എങ്കിലും ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ട് അത് ആ ആള് വന്ന് ശരിയായിട്ട് തരും. പിന്നെ അതിന്റെ പാർട്സ് കംപ്ലൈന്റ് വെച്ചാൽ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് ആണ് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും. അയച്ചു തന്നിട്ട് ആരെക്കൊണ്ട് ശരിയാക്കാൻ പറ്റണില്ലെങ്കിലാണ് കമ്പനി സ്റ്റാഫ് വരിക. പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് ഈ സർവീസ് ചാർജ് സ്വാഭാവികം. ഏത് സാധനത്തിനും ഒരു വർഷം ഉള്ളല്ലോ ഇപ്പൊ വാറണ്ടി കിട്ടുക. അതുപോലെ തന്നെ മെക്മാർക്കൊന്നും ഒരു വർഷം വരെ ആഫ്റ്റർ 1 ഇയറിന് ശേഷം പാർട്സിന് നമ്മൾ ചെറിയ അതിന്റെ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ സർവീസിന് നമ്മൾ കമ്പനി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നടത്തി വരുന്നതും. പിന്നെ വേറെ നമ്മൾ പറഞ്ഞു വെച്ചത് പിന്നെ ഡ്രയറുകൾ പിന്നെ കൂട്ടിയിട്ട് കൊടുക്കുന്ന ടൈപ്പ് ഡ്രയറുണ്ട്. അത് ഡ്രയറിൽ നമ്മളിപ്പോൾ നിലവിൽ 900 കൊക്കേണ്ട കപ്പാസിറ്റി വരുന്ന ഡ്രയറുണ്ട്. പിന്നെ 1500 നാളികേരം കൊടുക്കുന്ന കൂട്ടിയിട്ടിറങ്ങുന്ന ഡ്രയർ പുതിയ കംപ്ലീറ്റ് അത് ടാറ്റൻ്റെ ഗൽവാന ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഡ്രയറാണ്. അതിൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നുണ്ട്. പിന്നെ വേറെ നമ്മളെടുത്ത് പിന്നെ റോസ്റ്റർ മെഷീൻ ഉണ്ട്. കിലോ സൈസ് 10 കിലോ 20 30 40 റോസ്റ്റർ മെഷീൻ ഉണ്ട്. RPR സെൻസർ ഉണ്ട്. പിന്നെ പോരാതെ റോസ്റ്ററിൽ ഫയർവുഡ് ഡ്രയർ ഉണ്ട്. വിറക് കത്തിച്ചുള്ള ഫയർവുഡ് ഡ്രയർ, അടിയിൽ തീ കത്തിച്ചുള്ള ടൈപ്പ്. അതന്നെ നമ്മൾ 250 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 250, 500, പിന്നെ 700, 900, 1200, 1600 അങ്ങനെ സൈസുകൾ. നമ്മൾക്ക് ഈ തേങ്ങ ഒരു ദിവസം നമ്മൾ 1000, 1200 തേങ്ങ ഒക്കെ നമ്മൾ വെട്ടുമല്ലോ. നമ്മൾ പണിക്കാർ വന്നിട്ട് ഇവിടെ അതിൽ വെട്ടാണ്. ഒരാൾ പൊളിക്കാനുണ്ട്, വേറെ ആൾ വെട്ടാനുണ്ട്, പിന്നെ 2 ബംഗാളി സ്ത്രീകൾ വെക്കാനും അങ്ങനെ ആയിട്ട് അങ്ങനെ പോവാണ്. ഈ തേങ്ങ വെട്ടൽ വലിയൊരു സംഗതിയാണ്. അപ്പോൾ വെട്ടണ മെഷീൻ വല്ലതും ഉണ്ടാകും. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെ ബ്ലേഡ് ഇങ്ങനെ വെച്ചു കൊടുക്കണേ. നമ്മൾ കമ്പനിയിൽ അങ്ങനെ വല്ലതും ഉണ്ടാകും? കമ്പനി ഇപ്പൊ നിലവിലിപ്പോ അങ്ങനെയല്ല. ഭാവിയിൽ ഞങ്ങൾ പിന്നെ ഒന്ന് പരീക്ഷിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ടതല്ല, അല്ല അതിൽ കേസൊന്നും ഇല്ല. അതിലൊരു മോട്ടറും ഒരു ബ്ലേഡും ഒക്കെ ഉള്ളു. അത് ഇതുമായി ബന്ധപ്പെട്ട് അത് ലാഭമല്ല. ഒരു പ്രൊഡക്റ്റ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതും കൂടി വേണമല്ലോ. നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാന്നുള്ളൂ. കമ്പനി ആ കാര്യം ഞാൻ അറിയിക്കുന്നുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അത് വൈകാതെ പിന്നെ റെഡിയായി കിട്ടും എന്നാണ് നമ്മളൊരു വിശ്വാസം. പിന്നെ വേറെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അറിഞ്ഞ് പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചോദിച്ചറിയാനുള്ളത്. ഇൻഷാല്ലാ ഏതായാലും നമ്മൾ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഷാഫിക്ക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ